നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ലൈസൻസിയേറ്റ് നിയമങ്ങൾ അനുസരിക്കാത്ത, പാലിക്കാത്ത ഒരു ഫോറിൻ മെഡിക്കൽ ഡിഗ്രിയുമായിട്ട് നിങ്ങൾ ഇന്ത്യയിലെത്തിയാൽ ഇന്ത്യയിൽ ഒരു കടലാസിന്റെ വില പോലും കൽപ്പിക്കില്ല. ഹായ്, ഞാൻ കരിയർ അനലിസ്റ്റ് സുധീർ പറ്റേക്കാട്. ഒരു ശരാശരി മലയാളി കുടുംബത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് തങ്ങളുടെ മകന്റെയോ മകളുടെയോ പേരിന് മുമ്പിൽ ഡോക്ടർ എന്ന രണ്ടക്ഷരം കൂട്ടിച്ചേർക്കുന്നത്. ഇത് സാമൂഹികമായ വലിയ അംഗീകാരവും സുരക്ഷിതമായ ഭാവിയും സേവനത്തിനുള്ള അവസരവും നൽകുന്ന വലിയൊരു തൊഴിലാണ് എന്നതിൽ സംശയമില്ലല്ലോ. എന്നാൽ നീറ്റ് എന്ന കടമ്പ കടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. 25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതുന്ന ഈ എക്സാമിലൂടെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക് ആണ്. ഇന്ത്യയിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് മെഡിക്കൽ കോളേജിൽ കേരളത്തിലടക്കം 60 ലക്ഷം മുതൽ 1 കോടി വരെയാണ് ഫീസ്. അത് താങ്ങാവുന്നതിൽ അധികമാണ്. ഇവിടെയാണ് കുറഞ്ഞ ചെലവിൽ ഡോക്ടറാകാം എന്ന പരസ്യവാചകങ്ങളിലൂടെ നിങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. എന്നാൽ കുറഞ്ഞ ചെലവിൽ ഡോക്ടറാകാം എന്ന പരസ്യങ്ങളിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. 1. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പ്രധാനപ്പെട്ട റെഗുലേഷൻസുകൾ എന്തൊക്കെയാണ്? ഏജന്റുമാർ പറയുന്നത് അപ്പടി വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ ഫോറിൻ ഡിഗ്രി, മെഡിക്കൽ ഡിഗ്രി എടുത്ത് ഇന്ത്യയിൽ വന്നാൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമോ? ഏത് രാജ്യവും ഏതൊക്കെ യൂണിവേഴ്സിറ്റിയുമാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. ഇവിടെയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ 2021 ഗസറ്റ് വിജ്ഞാപനം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ലൈസൻഷിയേറ്റ് റെഗുലേഷൻ ആക്ട് 2021 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി പാലിക്കാത്ത ഒരു മെഡിക്കൽ ഡിഗ്രിയുമായി ഇന്ത്യയിൽ വന്നാൽ അത് കടലാസിന്റെ വില പോലും കൽപ്പിക്കില്ല. പ്രധാനപ്പെട്ട 4 സുവർണ നിയമങ്ങളുണ്ട്. ഒന്നാമത്, ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ 4.5 വർഷം, ഏകദേശം 54 മാസം നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരിക്കണം. ഇന്റേൺഷിപ്പ് അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ 1 വർഷം 12 മാസം നിങ്ങൾ നിർബന്ധിത ഇന്റേൺഷിപ്പ് ചെയ്തിരിക്കണം. മീഡിയം, നിങ്ങൾ പഠിക്കുന്നത് പൂർണ്ണമായും ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം. ബൈലിംഗ്വൽ, പകുതി ഇംഗ്ലീഷ് പകുതി റീജിയണൽ ലാംഗ്വേജ് ആകരുത്. അതിന് ഇന്ത്യയിൽ അംഗീകാരമില്ല. ദെൻ ഏറ്റവും അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ്, നിങ്ങൾ ഏത് രാജ്യത്ത് ഏത് യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ ഡിഗ്രി എടുക്കുന്നുവോ ആ രാജ്യത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ലൈസൻസ് ലഭിച്ചിരിക്കണം. പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ ലൈസൻസ് ലഭിക്കാത്ത ഒരു വിദേശ രാജ്യത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്നാൽ അതിന് അംഗീകാരമില്ല, ഇവിടെ എക്സാം എഴുതാൻ കഴിയില്ല. ഈ പ്രധാന നിയമങ്ങൾ നിങ്ങൾ പാലിക്കണം. അടുത്ത വീഡിയോയിൽ ഓരോ രാജ്യത്തെയും വിശദമായ മെഡിക്കൽ ഡിഗ്രിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ വിശദമാക്കുന്നത്. നിങ്ങളിത് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.